പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. പലർക്കും വഴി തെറ്റിപ്പോകുന്നു. ഈ കുരിശുപള്ളി മാത്രം നോക്കിയാൽ മതി. ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ വീടിരിക്കുന്നത്. അതുകൊണ്ട് കുരിശുപള്ളി തന്നെ നോക്കിയാൽ മതി. നമ്മുടെ വീട് കുരിശുപള്ളിയുടെ തൊട്ട് പുറകിലായിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കാണാം. ഇതാണ് വീടിരിക്കുന്നത്. ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ഇവിടുന്ന് വരുന്നവർക്ക് കോർന്നല്ലൂർ കണക്കാരിൽ നിന്ന് വരുന്നവർ മിക്കവാറും ഈ വഴിയൊക്കെ ആയിരിക്കും വരുന്നത്. അവിടെ നിന്ന് വരുന്നവർക്ക് വീട് കഴിഞ്ഞാണ് കുരിശുപള്ളി. കൃത്യം കുരിശുപള്ളി കാണാം. അത് കുറുപ്പന്തറയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടുന്ന് വരുന്നവർക്കും കുരിശുപള്ളി കാണാം. എവിടെ നിന്ന് വന്നാലും. ഇത് കാഞ്ഞിരത്താനം ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ്. ഇത് കുരിയം ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ്. എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഈ ജംഗ്ഷനിലെ മാർസ്ലിവ ചർച്ച് സ്ലീവാവർ എന്നുള്ള ബോർഡുണ്ട്. പിന്നെ മുകളിലോട്ട് 3 നിലയുള്ള കുരിശുപള്ളിയുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ഇവിടെ ബോർഡ് ഇരിപ്പുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബോർഡ് ഇരിപ്പുണ്ട്. വീട് പെട്ടെന്ന് കാണിക്കാന്നേ ഉള്ളൂ. ചില മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ആ വശത്തിട്ട് കാണത്തില്ലെന്നേ ഉള്ളൂ. ഫ്രണ്ട് വശം നമ്മളധികം കണ്ടിട്ടില്ല. ലത ചേച്ചിയും കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു ഫ്രണ്ട് വശം നിങ്ങൾ കണ്ടിട്ടില്ല, ഫ്രണ്ട് വശത്ത് ഒത്തിരി മരമുള്ളതായിട്ട് തോന്നിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വശമൊക്കെ നിങ്ങളിന്ന് കാണിക്കുവാണ്. ഇവിടെ നമ്മുടെ ഒരു ടൈപ്പ് മണി പ്ലാന്റാണ്. ആ സാധനം എങ്ങനെയോ താഴെ മണ്ണിപ്പോയതാണ്. അത് കയറി കിടന്ന് മരം നശിപ്പിക്കുന്നുണ്ടോ. എല്ലാവരും നല്ല സംഭവമൊക്കെയാണെന്ന് പറയും, പക്ഷേ അത്ര ക്ലിയറൊന്നുമല്ല. ഇത് കൂളം നിൽക്കുന്നു. അപ്പുറം ചാമ്പ, ദേവദാരു, പനിനീർച്ചാമ്പ, നമ്മുടെ പൊന്നി അവിടെ നിന്ന് നമുക്കിവിടെ നോക്കുന്നു. അവൾ തീറ്റ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. കുഞ്ഞി അപ്പുറം നിന്ന് തിന്നുന്നു. അവൾ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് ഇത് തിന്നുന്നത്. ജാക്കു അവിടെ നിന്ന് വാലാട്ടിക്കൊണ്ട് നോക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. നേരെ നിങ്ങൾ ഇങ്ങോട്ട് കയറി പോന്നാൽ മതി. അവിടെ നോക്കുമ്പോഴത്തേനും തൊട്ടപ്പുറത്ത് ആ കാണുന്ന ആലയാണ് കേട്ടോ. നമ്മുടെ പണിക്കിൻ്റെ ആലയാണ്. ഇരുമ്പായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാച്ചിക്ക് ഒഴുക്കുകയൊക്കെ ചെയ്യുന്ന ആലയാണത്. വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല ഇവിടെ വരാനായിട്ട്. വീടിൻ്റെ മുഖച്ഛായൊക്കെ ചിലപ്പോൾ ഉടനെ മാറിയേക്കും. നമ്മൾ പെയിൻ്റൊക്കെ മേടിച്ച് വെച്ച് അടിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. മഴയുടെ ഒരു വിഷയം കാരണമൊക്കെ ആയിരുന്നു. മഴക്കാർ ചെറുതായിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യുമെന്ന് ഉള്ള ധാരണ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി വഴി തെറ്റാതെ എല്ലാവരും വരുന്നവരെ എത്തിച്ചേരാൻ ശ്രമിക്കുക. എന്നാൽ അത് ചേച്ചി ഒത്തിരി കറങ്ങിയാണ് ഇവിടെ വന്നത്. നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ സെൻറ്റ് ജൂഡ് ഷെറിൻ സ്ലീവാവറെന്ന് അടിച്ചാൽ നിങ്ങൾക്ക് മറ്റേ ഗൂഗിൾ മാപ്പിനകത്ത് വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായാലും പക്ഷേ പേര് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വരുന്നവർക്ക് ഇനി കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സെൻറ്റ് ജൂഡ് ഷെറിൻ സ്ലീവാവറെന്ന് അടിച്ചാൽ മതി. അത് ഇവിടെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ചേച്ചിക്ക് പറ്റിയ പോലെ അവർക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു, പക്ഷേ അവർക്ക് നോക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇവിടെ തന്നെ കൊണ്ട് നിർത്തുകയും ചെയ്യും ലൊക്കേഷൻ കാണിക്കുന്നതേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്നവർ ദയവായിട്ട് വിളിച്ചിട്ട് തന്നെ വരിക. അത് ചേച്ചി കാണിച്ച പോലെ അവർക്ക് പിന്നെ നമ്പരൊന്നും കിട്ടാഞ്ഞുകൊണ്ടായിരുന്നു, അത് എടുക്കാൻ അറിയാൻ പറ്റാഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മഴക്കാർ അടുത്ത ഘട്ടം കയറി വരുന്നു. അപ്പോൾ ഞാൻ അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ അമ്മേനെ എടുക്കുമെന്ന്. ഇവിടെ ചുമ്മാ പുറത്തേക്ക് നോക്കി നിൽക്കുക. വലിയ സംസാരങ്ങളൊന്നുമില്ല. ഇന്ന് കാലാവസ്ഥയൊക്കെ ഇതായോണ്ടാന്ന് തോന്നുന്നു. അത് ഇതല്ലേ സർമ്മം തണ്ടി നടക്കുന്നവരാന്ന് തോന്നുന്നു. അവർ ഒരിടത്തും പോയിട്ട് പോകണമായിരിക്കും. പള്ളി പോകണമല്ല, ലുങ്കി എടുത്താണോ പള്ളി പോണേ. നിരപ്പ് കക്കൂസ് വഴി എല്ലാം പോവുക. ഇപ്പം അമ്മയുടെ കക്കൂസ് മാത്രമല്ല അമ്മ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാ കക്കൂസ് വഴിയും പോയി. എന്റെ ബുഷ് ഞാൻ അവിടെ ഊരി വെച്ചിരുന്നു. അതെടുത്ത് വെള്ളത്തിലിട്ടോ ക്ലോസറ്റിലിട്ട്. അത് കൊള്ളാലോ. അതിന് എന്നെ ഒന്നും അറിയത്തില്ല. തല ഇടാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ബുഷിൽ അവിടെ ഇടുവല്ലേ. ഞാൻ ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തത് മേടിക്കുള്ളൂ. അല്ല വിവിയാനെ പോലെ 10 ജോഡിയൊന്നും കൊണ്ട് വെക്കില്ല. എന്റെ കാരണം പോയാൽ അടുത്തത് ഞാൻ മേടിക്കുള്ളൂ. പെയിന്റിങ് തുടങ്ങാം. വീടങ്ങ് പെയിന്റ് അടിച്ചേക്കാം. വീടേ പെയിന്റ് അടിച്ചേക്കാന്ന്. പെയിന്റ് അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലേ മേ, നമ്മുടെ വീടേ ഇത് കണ്ട് അപ്പടി വൃത്തികേടല്ലേ. അത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കണ്ടേ. കഴുകിയാ പോരാ, പെയിന്റ് അടിച്ച് വൃത്തിയാക്കണം. പോവും.
പണ്ടൊക്കെ കളിക്കളയാ. പണ്ടൊക്കെ കഴിക്കളയുമായിരുന്നു. സോപ്പും പൊടിയൊക്കെ ഇട്ട് സോപ്പും കൂട്ടും ചകരി കൊണ്ട് അരച്ച് വരുമോന്ന് വല്ലവരും. ആര് ഇപ്പൊ എന്തു ഇതാ പരിപാടി? ആരാണ്ടും അമ്മേനെ കൊണ്ടുപോകാൻ വരൂ എന്നുള്ള കാര്യ. ഞാൻ പറഞ്ഞു അമ്മ ആവതും ആരോഗ്യമൊക്കെ ഉള്ള കാലത്തേ ഉള്ളു എല്ലാരും കൊണ്ടുപോകാൻ വരുള്ളൂ. ആവതില്ലാതെ വന്നു കഴിയുമ്പോ ആരും കൊണ്ടുപോയി അല്ലെന്ന്. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാ. എങ്ങോട്ട് കൊണ്ടുപോകാനാ? ആ എനിക്കൊരു അമ്മയുടെ വീട്ടിൽ പോണ കാര്യം അമ്മ പറയും. അമ്മ ഇപ്പോഴും ഏറ്റുവാനൊരു ക്വാർട്ടേഴ്സിലാണ്. അതാണ് സംഭവം. എനിക്കെങ്ങനെയാണ് തോന്നണേ നമ്മുടെ വർത്തമാനങ്ങളിൽ നിന്ന്. ഇന്നലത്തെ ആ കഴിഞ്ഞ ദിവസത്തെ എല്ലാം അങ്ങനെയല്ലേ പറഞ്ഞേ, വിറക് കാശ് കൊടുത്ത് മേടിക്കണം, ഇവിടെയൊന്നും ഇല്ല അല്ലേ? അപ്പം ആ ഒരു ഇതിൽ തന്നെയാണ് അമ്മ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഏറ്റുമാനൂർ ഒരു സാബുവിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് അമ്മയുടെ ഓർമ്മ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? ക്വാർട്ടേഴ്സിലാണോ നിൽക്കുന്നത്? ഏറ്റുമാനൂരാണോ? അല്ല അതല്ല ഓർമ്മ നിൽക്കുന്നത്. അത് നമ്മൾ വിറകൊന്നും കാശ് കൊടുത്ത് മേടിക്കാൻ അറിയില്ലല്ലോ. മറ്റേ സാധനം ഇങ്ങോട്ട് നോക്കാമായിരുന്നല്ലോ, വീട് കാണാവുന്നല്ലേ. അതൊക്കെയാണ് സംഭവം തോന്നുന്നു. അതാ അവിടുന്ന് ആൾ വരുന്നുണ്ട്. അതാ രാജേട്ടായി ഇങ്ങനെ വരുന്നുണ്ട്. രാജേട്ടായി കണ്ടുണ്ട്. ആരാ? ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും വരുന്നുണ്ടോ? അതാരാ വരുന്നേ? നമുക്ക് വലിയ പരിചയമുണ്ടോ? പരിചയമുള്ള ആൾ വല്ലതാണോ? നോക്കി വരുന്ന ആരാണ്? അമ്മ പറഞ്ഞു ഒരാൾ അങ്ങ് പോകുന്നു, ഒരാൾ ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞു. അതാരാന്ന് പരിചയമുള്ള വല്ലതും ഉണ്ടോന്ന് ചോദിക്കല്. അറിയുവോ? ഇല്ല. അറിയല്ലേ? അറിയാലല്ലേ? കഴിഞ്ഞ ദിവസം ഏതാണ്ട് വെള്ള ഡ്രസ് ഒക്കെ ഇട്ട് കണ്ടായിരുന്നു. കൊന്തയൊക്കെ ഇട്ട് അതാ മോട്ടിപ്പോ അവിടെ പോയതായിരുന്നു. ശരി. വീട് എവിടെയാ? അതേ വീടായിരുന്നു, സാറിന്റെ വീടായിരുന്നു. രണ്ട് വീട് സജിയുടെയും പോയി, ചങ്ങഞ്ചേട്ടാടെയും പോയി. അങ്ങനത്തെ വീടായിരുന്നായിരിക്കും അല്ലേ? രണ്ട് വീട്ടിലും പോയി. ചങ്ങഞ്ചേട്ടാടെയും കയറിയായിരുന്നു. ഞാൻ രാജു. രാജു. ആ ഇവിടുത്തെ വീട്ടുപേരെന്താ? വീട്ടുപേര് ചതുരത്തുണ്ടത്തിൽ. അറിയില്ലേ? നേരത്തെ കേട്ടിട്ടുണ്ട്. ഉള്ള വീടാണ്. ചരിത്രത്തിൽ ആരമാനാ? വല്ലവരും ഉണ്ട് ചതുരത്തുണ്ടത്തിൽ? വല്ലവരും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ചതുരത്തുണ്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സ്വന്തക്കാര്? അന്നക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ ആരെങ്കിലും അവിടെ ഉണ്ടോ? അമ്മയുടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഭയങ്കര ആൾക്കാരുണ്ട്. അനിയത്തി വല്ലതും ഉണ്ടായിരുന്നോ അവിടെ? അനിയത്തി വല്ലതും ഉണ്ടായിരുന്നോ? അമ്മയുടെ അനിയത്തി വല്ലതും അവിടെ കെട്ടിക്കുന്നുണ്ടായിരുന്നു? അനിയത്തിമാരും അങ്ങളമാരും ഒക്കെ ഉണ്ടാകും. അവിടെയോ? അവിടെ അമ്മ ഞങ്ങളെല്ലാരും അമ്മയുടെ കുട്ടിപ്പെണ്ണിനെ എവിടെയാ കെട്ടിച്ചിരിക്കുന്നത്? കുട്ടിപ്പെണ്ണ് കുട്ടി നമ്മുടെ അനിയത്തി കുട്ടീനെ. കുട്ടിയോ? എവിടുത്തെ? അമ്മയുടെ അനിയത്തി കുട്ടിയില്ലേ? ചായത്തോട്ടത്തിന്റെ ചായത്തോട്ടത്തിൽ എന്ന് പറയണത്. കുട്ടി എവിടെയായിരുന്നോ? കുട്ടി എവിടെയായിരുന്നോ കെട്ടിച്ചിരുന്നേ? കുട്ടി നേരത്തെ അവിടെ ചെറുപ്പം പോയത്. ചെറുപ്പം പോലെ ചേർത്തണത്തിലായിരുന്നു. പിന്നെ ചാരത്തോട്ടത്തില് പിന്നെ ഇരിക്കുക, ചെറുപ്പം പോലെ അവിടെ കൊണ്ടാക്കി വെക്കുക. അങ്ങ് കെട്ടിച്ചു വിട്ടതല്ലേ? കുട്ടീനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതല്ലേ? കുട്ടീനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതല്ലേ? പിന്നെ കെട്ടിച്ചു വിട്ടതാ. കുട്ടിയുടെ മകനായത് ഓർക്കുന്നുണ്ടോ? പിന്നെ എത്ര പേരുണ്ട്? കുട്ടിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? കുട്ടിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അതോർക്കോ ഉണ്ടായിരിക്കും. എത്ര മക്കളുണ്ടായിരുന്നു അറിയാമോ? എത്ര മക്കളുണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? എത്ര മക്കളുണ്ടെന്ന്? കുട്ടിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അവക്ക് പിന്നെ ഇപ്പൊ മൂന്നോ ഏതാണ്ടുണ്ട്. 3 ആണും പെണ്ണുമായിട്ട്. 3. ശരിയാ. 3 ഒരാണും 2 പെണ്ണും. ഒരാളാ ഞാൻ. അതെ, ആണാണ് ചേട്ടായി. കുട്ടിയുടെ മകനാന്ന്. ഇല്ല, പുള്ളിയുടെ മകനാന്ന്, പുള്ളിക്കാരത്തിന്റെ മകനാന്നേ ഞാൻ. കുട്ടിയുടെ ചാരിത്തോട്ടത്തിലെ കുട്ടിയുടെ മകനാ. അമ്മയുടെ അനിയത്തിയുടെ മകൻ. ആണോ? രാജു. എനിക്കറിയത്തില്ല. രാജേട്ടനെ ഓർക്കുന്നില്ല. ചായത്തോട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഒത്തിരി പേര് താമസിച്ചോണ്ടാണ്. ഒത്തിരി വീടുകളുണ്ട്, 3-4 വീടുണ്ട്. ചാക്ക അവത കുട്ടി അല്ലേ? എല്ലാം മറന്നുപോയി. എല്ലാരെയും മറന്നുപോയി. അവിടെ ലിംഷ വരും തോന്നി. പക്ഷെ ലിംഷ വന്നില്ല. ലിംഷ തലേദിവസം അവിടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അതിന് വന്നോണ്ട്
ചായത്തോട്ടത്തിലായിരുന്നു. ആ സ്വന്തം വീട് എന്നേ അമ്മയുടെ അനിയത്തിയുടെ മകനല്ലേ? അമ്മയുടെ മകനാ, ഇല്ല അമ്മയുടെ മകനാന്നേ ഇത്. ചായത്തോട്ടത്തിലെയോ? ആ കുട്ടിയുടെ മകനല്ലേ? ആ എനിക്കറിയത്തില്ല, ആ ഞാനൊന്നും ഓർക്കണില്ല. അമ്മ ഓർക്കത്തില്ലാത്തോണ്ടാ. ഞാനാ മൂത്തത്. ആ രാജിട്ടായില്ലേ മൂത്തത്. പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ റെജി, പിന്നെ റെൻസി, ഏ റെജി, പിന്നെ രണ്ടാമത്തെ റെജി, ഓസ്ട്രേലിയയിലുള്ള റെജി. 3-4 പേരുണ്ടായിരുന്നു. ആ 3 പേര്. ഒരാൾ ഓസ്ട്രേലിയയിലെ. കുട്ടിക്ക് അതൊക്കെ കുറവാ ആ പിള്ളേര്. ആ എത്ര പേരുണ്ട്? ചായത്തോട്ടത്തിലെ ആ ചാക്കോച്ചനും. ആ ചാക്കോച്ചനും കുട്ടിക്ക് എത്ര മക്കളാ? ചാക്കോച്ചനും കുട്ടിക്ക് എത്ര മക്കളാന്ന്? ഞാനതൊന്നും ഓർക്കണില്ല ഇപ്പൊ. ആ അത് പറഞ്ഞല്ലോ എന്നിട്ട് ഇപ്പം പറഞ്ഞായിരുന്നല്ലോ 3 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാൽ ഓർത്തിരിക്കല്ലേ, മറന്നു പോകും. പറഞ്ഞേ ഇപ്പം പറഞ്ഞേ ഇപ്പൊ പറഞ്ഞായിരുന്നു. 3 പേരുണ്ടെന്ന് ഇപ്പം പറഞ്ഞായിരുന്നു. പുള്ളി 2ാം ഘട്ടമല്ല. ആ രണ്ടാം ഘട്ടം ആ 2ാം ഘട്ടൊക്കെയാ. ആ അത് നോക്കുന്നുണ്ട്. അത് കൂടി എത്ര 2-3 പേരല്ലേ? 3 പേരുണ്ടായിരുന്നു. ഇടയ്ക്ക് ഓർമ്മ വിളിച്ചു. ആ ഇടയ്ക്ക് ഇങ്ങനെ വരും, ഇടയ്ക്ക് പോകുന്നതാണല്ലോ, പൂർണ്ണമായിട്ടും അല്ല. ഇനി മാറി മക്കളെ മറിഞ്ഞ് തന്നെ മറന്നുപോയല്ലോ, അറിയത്തില്ലല്ലോ. ചില സമയത്ത് രോമോനെ അറിയാം, ഇത് രോമോനെ അറിയത്തില്ല. മാറി മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാള് പറഞ്ഞു കുഞ്ഞമ്മ മരിച്ച കാര്യമൊക്കെ പറഞ്ഞു. ആ എന്നാൾ ആരോട് പറഞ്ഞേ? അവിടെ ചെന്നു കുടുംബത്തിൽ അല്ലേ? വന്നപ്പം ആരോ ചോദിച്ചപ്പം പറഞ്ഞാ മരിച്ച കാര്യമൊക്കെ പറഞ്ഞു. അവിടെ സൗനൊക്കെ പോയിരിക്കുകയാണ് പറയും. ചരിത്രമാണ് അവിടെയാണ്, കുട്ടിക്കാണ് എവിടെയാന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. അവിടെ കുട്ടിയുടെ കിട്ടും. ആ ഇടയ്ക്ക് വരുമ്പോഴത്തേനും വരും. അല്ല അവിടെ പോയിരിക്കുമ്പോൾ കിട്ടും. അവൻ്റെ വരിക്കുമ്പോൾ അത് കുട്ടിയുടെ വീട് അവിടെ ചരിത്രത്തിലാണ്, അതാണെന്നൊക്കെ പറയും. അവിടെ കിടന്നോ പോയിട്ട് കുറുപ്പന്തറ പോയിട്ട്? ഇല്ല കിടത്തൊന്നുമില്ല, നീ കിടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പോയിട്ട് വൈകുന്നേരം അപ്പം ഇങ്ങനെ പോന്നു. ആ അങ്ങനെ ഇരിക്കുന്നു, എല്ലാം അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു. ഇന്നൊരു മൂഡ് കുറവാ. ഇച്ചിരി ആ തണുപ്പാണ്. ഇപ്പം കാല ഇപ്പം ഈ വെയിൽ കളിയുന്നുണ്ടെങ്കിലും തണുപ്പ് കൂടുതലാണോ? ഒട്ടും കിടക്കത്തൂല, ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടപ്പാം. ചില ദിവസം ഓടി നടന്ന ഭയങ്കര വർത്താനവും ലൈറ്റ് എല്ലാം തെളിച്ചിട്ട് ഭയങ്കര കട്ടന് വലിച്ചിട്ട്. ചില ദിവസങ്ങളിൽ അങ്ങോട്ട് മൂഡ് ഓഫ് ആവും. ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചായത്തോട്ടത്തിലല്ലേ? ആ ചേർത്തോട്ടത്തില്ല. ഓർത്ത് നോക്കി അന്ന്. നേരത്തെ മുതലൊരു സ്ഥലമല്ല. ആ നേരത്തെ മുതലുള്ള സ്ഥലമാണ്. കാരണവന്മാരുടെ കാലം, വല്യപ്പൻ്റെ കാലത്ത് കൊണ്ട്. ആ അത് തന്നെ. വല്യപ്പന്മാരെയൊക്കെ ഓർക്കുന്നുണ്ടോ? വല്യപ്പനെയൊക്കെ ഓർക്കുന്നുണ്ടോന്ന്? ആരോ? ചേർത്തോട്ടത്തിലെ ആര്? അമ്മയെ ഓർക്കുന്നുണ്ടോന്ന്? ഞാനോ? ആ ഞാനവിടെ കഴിഞ്ഞ ആഴ്ചയിലും പോയാണ്. കഴിഞ്ഞ ആഴ്ചയിലും പോയോ? പിന്നെ ആണോ? ഇതിന് മാത്രം അകലം വല്ലോ? ആ എന്നെ കണ്ടില്ലേ? ഇതിനും വേണോ? എന്നെ കണ്ടില്ലേ അവിടെ വന്നിട്ട്? അവിടെ വന്നിട്ട് എന്നെ കണ്ടില്ലായിരുന്നോ? എന്നെ കണ്ടായിരുന്നോ അവിടെ വന്നിട്ട്? കണ്ടായിരുന്നു. ആ എന്നെ കണ്ടായിരുന്നോ? അവിടെ ചെന്നിട്ട് ആരെയൊക്കെയാ കണ്ടേ? അവിടെ ചെന്നിട്ട് ആരെയൊക്കെയാ കണ്ടത്? വർത്താനം പറയാനുള്ള മൂടില്ലേ? എന്നൊരു മൂടില്ല. ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. കൈകാര്യം ചെയ്തോ പഴയ കാലത്തെ കാര്യം? അതിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യം. പഴയ കാലത്തെ കാര്യങ്ങളല്ലേ? മൂടാണ് അമ്മ ഇങ്ങോട്ട് തന്നെ പ്രസന്റ് ആയിട്ട് വരും. അറിയാൻ പോലും പറ്റിയ ആൾക്കാർ അതിനാ മാറ്റാം, കളർ കൊണ്ടും എല്ലാം. ആ കളർ കൊണ്ടും എല്ലാം മാറിപ്പോയി അല്ലേ? ഷേപ്പൊക്കെ മാറിപ്പോയി. വിശക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കാറായെന്ന് തോന്നുന്നു. അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമയത്ത് ഇച്ചിരി വേണം. സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഒരു ഓടി നടക്കും. കഞ്ഞി ഞാൻ തരാൻ പോവാ, കഞ്ഞി കുടിക്കാം. കഞ്ഞി എങ്ങും പോകാനില്ല, നമുക്ക് സമയത്ത് കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി വൈകിട്ട് കുടിച്ചാൽ പോയി. ഇത് ഉച്ച സമയത്ത് പിന്നെ എപ്പം കഴിക്കും? സമയമൊന്നും അറിയത്തില്ലേ. അതാണ്ടൊക്കെ വന്നാണ്ടായില്ല. അത് വഴിയാ പോണോ? ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞു. ഓ ആണുങ്ങളോ? ആണുങ്ങളാണോ? അതൊക്കെ കണ്ടുപിടിച്ചേ? രാജേട്ടൻ വരുന്ന നടന്നോ? ഇങ്ങോട്ട് ഒരാൾ വരുന്നുണ്ടോ? കണ്ണിന് നല്ല ആഴ്ചയാ. അവിടെ ഇപ്പൊ 2ാം വർഷം. 2 കഴിഞ്ഞല്ലേ? 3 സിം കഴിഞ്ഞു. ഇനി 4ാമത്തത്. എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ബാച്ചിലെ പിള്ളേർക്കെല്ലാം നല്ല മാർക്കാണ്. എല്ലാരും ജയിച്ചു. എല്ലാരും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ ജയിച്ചു. ഭയങ്കര സർപ്രൈസാന്നും പറഞ്ഞ് ആ പത്തനംതിട്ട പരിമല.
അവരുടെ കോളേജിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല ഇല്ല, ചില പത്തനംതിട്ട ഏതോ ഇത് അംഗീകാരം കിട്ടിയ കോളേജാ. അത് നമ്മുടെ അവിടെ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ അല്ലേ, ഫേമസ് കോളേജല്ലേ, അല്ല ആശുപത്രി അല്ലേ. കണ്ടായിരുന്നു. അത് കൂടുതൽ ഈ ആശുപത്രി ഒന്നും ഇല്ലാത്ത കോളേജുകളൊക്കെ ആയിരിക്കും. അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ചുറ്റുവട്ടത്ത് കൊല്ലം ഭാഗത്ത് പിള്ളേരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നുണ്ട്. ഇത് ഈ ഹോസ്പിറ്റലില്ലാത്ത ചെറിയ ഹോസ്പിറ്റലുള്ളവരൊക്കെ ഇവിടെ വന്നാണ് ചെയ്യിക്കുന്നതൊക്കെ കൂടുതലും. വലിയ ഹോസ്പിറ്റലിൽ പോലും. അനുവിന് എന്നാണ്ട് വിശേഷം? അവിടെ ക്ലാസ് കഴിഞ്ഞോ? അപ്പൊ അവരെ ട്രെയിനിങ് ഉണ്ടല്ലേ? അടുത്ത മാസം ഏതാണ്ട് കുറച്ച് ദിവസം ക്ലാസ് ഉണ്ട്. ക്ലാസ് പോലെ പുതിയ പിള്ളേരുണ്ടെന്നു. പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പഴയ ഗ്രൂപ്പും ചിലപ്പോ ഇടയ്ക്ക് ഉണ്ടെന്നാ പറഞ്ഞ. ഇടയ്ക്ക് വൈവയും പരിപാടിക്കാണ് സ്റ്റാഫിനും ഒക്കെ. അത് പുതിയ ടെക്നോളജികളെ, അത് പുതിയ ടെക്നോളജിയിൽ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണം. എല്ലാം മൊത്തം മാറിക്കൊണ്ടിരിക്കുമല്ലോ. പണ്ടത്തെ മോഡലല്ലല്ലോ ഇപ്പൊ, കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് അല്ലേ. റോബോട്ടിക് ശസ്ത്രക്രിയൊക്കെ. ഇവിടെ കൂട്ടുകാർ വല്ലവരും ഉണ്ടോ അവിടെ? ഇവിടുന്ന് തൃശ്ശൂർക്കാര് പിള്ളേരുണ്ടോ? ആണോ? ഇവിടുന്ന് ആരും ഇല്ല. തൃശ്ശൂരിന്ന് 1-2 പിള്ളേരൊക്കെ ഉണ്ട്. സന്തോഷല്ലേ? കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒരാഴ്ച ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് ചെന്നപ്പോ ആരും ഇല്ലല്ലോ, കൂട്ടുകാരില്ലല്ലോ. അതിന്റെ ഒരു വിഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ റൂമിൽ അവളെക്കാളും പ്രായം കൂടിയവരായിരുന്നു, സീനിയേഴ്സ്. അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് പിന്നെ പുതിയ പിള്ളേരെ കിട്ടി. ഇപ്പൊ കുഴപ്പമില്ല, എല്ലാവരുമായിട്ട് ഇതായി. അവളെ ആരുമായിട്ട് പെട്ടെന്ന് അങ്ങ് അടിക്കുകയില്ല. ഒരാളെ കൂട്ട് കിട്ടിയാ പിന്നെ അവരെ മതി. കുഴപ്പമുണ്ടോ? ഇപ്പം വിവീനയുടെ അല്ല അനുവിന്റെ തന്നെ സെയിം ഒരു കൊച്ച് മാനവട്ടത്തെ വെച്ച് അവള് ഡൽഹിക്ക് എവിടെയെന്ന് പറഞ്ഞു. ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൽ അവിടെ അത്രേ ഉള്ളൂ അല്ലേ? ചെലവ് ആണോ? ഈ മാസം അറിയത്തുള്ളൂ. കഴിഞ്ഞ മാസം 5 ദിവസമല്ലേ ജോലി ചെയ്തത്. ഇവിടെ വിവീനയുടെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കിട്ടുന്നത് 13,000 രൂപയാണ്. നാട്ടിൽ എത്രയൊക്കെ? രാജഗിരിയിൽ എങ്ങാണ്ട് പൈസ കൂടുതൽ. രാജഗിരി കൂടുതൽ. കഴിഞ്ഞ 6 മാസം കഴിയുമ്പോൾ 15 ആവും, 1 വർഷം കഴിയുമ്പോൾ 25 ആവും. അവര് അതിന്റെ പ്രാക്ടീസ് ആവുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇവിടെ ഹോട്ടൽസ് ഒക്കെ ഉണ്ടോ? അതോ അതിനകത്ത് തന്നെ ഇതുണ്ട് ഹോട്ടലിൽ? പിന്നെ കുഴപ്പമില്ല. പുറത്തോട്ടൊന്നും പോകണ്ട. സാധനം മേടിക്കാൻ തൊട്ടടുത്ത് തന്നെ കടയുണ്ടല്ലേ? കഴിക്കാം. എന്താ കഴിക്കാൻ? ചോറുണ്ടായിരുന്നു. അവനെന്നാ നടക്കുന്നു? കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നില്ലേ? മകനെ കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നില്ലേന്ന്? കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നില്ലേന്ന്? കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കുന്ന ഇവിടെ അല്ലേ കഞ്ഞി കുടിക്കുന്നത്? കോട്ടമല്ല. കുടിക്കാൻ വിളിക്കുന്നില്ലെന്നാ ചോദിച്ചേ. വിളിക്കുന്നില്ലെന്നാ ചോദിച്ചേ. വിളിക്കുന്നില്ലേന്ന് കഞ്ഞി കുടിക്കാനേ പറയുന്നില്ലെന്നാ ചോദിച്ചേ. ചില സമയം കേട്ടില്ലെന്ന് നടിക്കും. അങ്ങനെയുണ്ട് രാജേട്ടാ. ഇപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം. ഞാൻ ദേഷ്യപ്പെട്ടു എല്ലാം പറയുവാണെങ്കിൽ അമ്മ കേൾക്കത്തില്ല, കേട്ടില്ലാത്ത പോലെ നടിക്കും. നല്ല ഇതിലാണ് ഇരിക്കുന്നതെങ്കിൽ അമ്മ എല്ലാം കേൾക്കും. ഇന്നിപ്പിച്ചിരി മൂഡ് ഓഫാ. രാവിലെ തന്നെ ഇതില്ലായിരുന്നു. അല്ലെങ്കിൽ രാവിലെ ഏറ്റു വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുഴിയിൽ വന്ന് വീട്ടിൽ പോയേക്കാന്നൊക്കെ പറഞ്ഞു വരും. ഇന്ന് വേറെ എന്തോ ഒരു ഇതിലാണ്. അല്ല വഴിയിലോട്ട് വരുന്നവരെ നോക്കിയിരിക്കുന്നതാണ്. ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ? അപ്പം വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പം പിന്നെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. വീട്ടിൽ അങ്ങോട്ടല്ല, ഇവിടെ വരാം. ഇത് ഇപ്പം വിചാരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ എനിക്ക് തോന്നിയത് വർത്തമാനത്തിൽ തോന്നി ഏറ്റവും സാവുവിൻ്റെ കൂടെ നിന്നില്ലേ ടാക്സി പറയാനുണ്ടായിരുന്നല്ലോ, അതാണെന്ന്. അല്ല അവിടെയാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഇപ്പം പോയില്ല. ഇപ്പം നമ്മൾ ഇന്നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് പോലും പോകാൻ താല്പര്യം കാണില്ല. അല്ലെങ്കിൽ നേരത്തെ ഓടി പോയിക്കൊണ്ടിരുന്നല്ലേ. നേരത്തെ രാവിലെ ഒന്നും പോരും. ഇവിടെ ഇപ്പോൾ ചില എന്തെങ്കിലും ടൈം താമസിച്ച് അന്നേരം അങ്ങോട്ട് ഓടുമായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോകണ കാര്യമില്ല. ഇപ്പം അവിടെ വീട് ഏതാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. പിന്നെ സാവനെ കാണുമ്പോൾ അറിയാവുന്നതുകൊണ്ട് എവിടെ വെച്ചാൽ അവനെ കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ ദിവസം ഇവിടെ നോക്കിയിരുന്ന് പറഞ്ഞു അവനാണല്ലോ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അത് കോട്ടേഴ്സിൽ നിന്നതിൻ്റെ ഒരു ഓർമ്മ വെച്ചാന്ന് തോന്നുന്നു ഇപ്പോഴും പറയുന്നത്, വീട്ടിൽ പോകണം അല്ലേ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
കഞ്ഞി എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. കഞ്ഞി എടുത്തോണ്ട് വരുന്നുണ്ടെന്ന്. കഞ്ഞി കഞ്ഞിയോ? ആ കഴിക്കാൻ പ്രശ്നം. ഉച്ചയ്ക്ക് കഴിക്കണ്ടേ? കഞ്ഞി കുടിക്കാനോ? ആ വേണ്ടേ? നമുക്ക് ഇഷ്ടം കഞ്ഞിയേ. അതെ ചൂടോടെ ആ ചൂടാണ്. അവിടെ ചക്ക താഴെ കുറെ ചക്കയൊക്കെ കിടപ്പുണ്ടല്ലോ. പറിച്ചത് തോട്ടിൽ പറിച്ചു. അത് പറിക്കാന്നുണ്ടോ? താഴെ പറിക്കാൻ. അവിടെ തോട്ടിരിപ്പുണ്ട്. ആ ഞാൻ പറിച്ചോ. ഞങ്ങൾ ചോദിക്കാതിരിക്കുമായിരുന്നു. ഇവിടെ രണ്ടുമൂന്നെണ്ണം ഇന്നലെ ആ തേക്ക് അവിടുത്തെ ഒരു കൊമ്പ് ഒടിച്ചു പോയത്. ഞാൻ പിന്നെ അത് കൊടുത്തേച്ച് വെളുത്തിന്റെ അവിടെ. അപ്പൊ അത് ഇന്നലെ വെട്ടിയപ്പോ മിനിങ്ങാന്ന് അവന്മാര് വെട്ടിയായിരുന്നു. രണ്ടു മൂന്ന് ചക്ക താഴെ കിടപ്പുണ്ട്. ആണോ? ആ എന്നാ എടുത്തോണ്ട് വരാം. തിന്നാൻ വേണ്ടാത്ത വല്ലതും ഉണ്ടോ? നമുക്ക് പശുവിന് കൊടുക്കാം. പശുവിന് കൊടുക്കാനാ. ഞാനതൊന്നും റെൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചക്ക അവള് വന്നപ്പോ എല്ലാ ദിവസവും ചക്ക പറിക്കും. ആ ഓക്കെ ഓക്കെ അല്ലേ ഉണ്ടാക്കാൻ ആള് നമ്മള് ഈ ഒരാളുണ്ടാക്കി എത്ര സമയം പണിയണം. അതുകൊണ്ട് തന്നെ ആകുമ്പോൾ ബോറിങ് അല്ലേ. ആ മറ്റേ ആ ഒരു പ്ലാവിലെ ചക്ക നല്ല ചക്കയാ. നമ്മളെ മുകളിൽ നിന്ന് പറിച്ചു. അപ്പുറത്തെ അല്ല ഈ തൊഴുത്തിന്റെ ചെട കിടക്കുന്ന മുറിയുടെ അതിന് പഴുത്ത് രസം. അത് ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. താമസിച്ചാണ് ചക്ക ഉണ്ടായത്. ആ അത് എത്ര താമസിച്ചായിരുന്നു. എല്ലാം താമസിച്ച അതേ മുകളിലൊന്നും ഒരുപാട്. ആ അതെ മുകളിലുണ്ടല്ലോ. ആ അതൊന്ന് പറിച്ചെടുക്കാം. ഞാനിപ്പം ഞങ്ങളിപ്പോ ഇതൊന്ന് ഒഴിവാക്കല. ആ ഫ്രണ്ടിലല്ലേ? ആണ്ടാ കഞ്ഞി ഉണ്ടോ? കഞ്ഞി എടുത്ത് വെച്ചു. കഞ്ഞി കുടിക്കാറായോ? പിന്നെ 1 മണി കഴിഞ്ഞ്. 1 മണിയോ? ആ രാത്രിയാ? രാത്രിയല്ല പകല് ഉച്ച. വാ സമയം പോയി. പകല് 1 മണിക്ക് നേരത്തെ കഞ്ഞി കുടിക്കണ്ട. 1 മണിയാകുമ്പോ കഴിക്കുന്നുണ്ട്. എന്ന് 1 മണിക്ക് കഴിയുമ്പോ കുടിക്കാനായില്ല. ആ വാ വന്നിരുന്ന് കഴിച്ചു. ഇനി ചൂടായി ഓ എപ്പോഴെണ്ണ ഞാൻ കുടിക്കാൻ. ഓ അതിനാ? അതെ അതെ വർത്താനുള്ള നിങ്ങളുടെ അതെ ഇവർക്കുള്ളതാ ഡയലോഗ്സിലെ. വേണമെന്നില്ല അല്ലേ? നമുക്ക് നിർബന്ധമാണ് കഴിച്ചേക്കാം എന്നുള്ള ഒരു പറച്ചില്. നീയോ അമ്മയ്ക്ക് മനസ്സിലായി കേട്ടോ കാര്യൊക്കെ. പെട്ടെന്ന് പിടികിട്ടും. ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. മോഹം മാറി. നോക്കിക്കേ മോഹം നോക്കിക്കേ കണ്ടോ? ശരിയാ. എനിക്ക് അമ്മേനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനല്ല ഈ വരുമാനല്ല കൂടെ വന്നിരിക്കണേ. എനിക്ക് അമ്മേനെ മൊത്തം അറിയാം. കാറോ എവിടെ? ആ അത് പോയതല്ലേ. ഇവിടുന്ന് കഴിച്ചോ? ചേട്ടാനെ കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നില്ലേ? വീട്ടിലോട്ടൊന്നും പോവാം. ഇപ്പൊ കഞ്ഞി കുടിക്കേ. കഞ്ഞി കുടിച്ചിട്ടല്ലേ വീട്ടിൽ പോണേ. സ്പൂണുണ്ട് ഒരു കുടിച്ചാൽ മതി. മൈക്ക് ചേട്ടായിടിയാ. ചേട്ടായി വന്നേ. ആ ആ ചേട്ടായിക്ക് വന്ന. ചേട്ടാനെ കഞ്ഞി കുടിക്കാൻ വിളിക്കണില്ലേ? ചേട്ടാനെ കഞ്ഞി കുടിക്കാൻ വിളിക്കണില്ലേ? ഏ ആര്? ഞാനോ? ഞാൻ ചതുരത്തുണ്ടത്തിന്ന് വന്നാന്നേ. ചതുരത്തുണ്ടോ? ഉദരക്കട്ടയല്ല ചതുരത്തുണ്ടോ? ആ ഇല്ലേ? ആര് പറഞ്ഞു? അതിവിടെ തൊട്ടടുത്തല്ലേ? ഇവിടെ തൊട്ടടുത്തല്ലേ? എപ്പോഴെപ്പോഴും വരണ്ടല്ലോ, കാണാലോ. തൊട്ടടുത്തല്ലേ? ബന്ധുക്കാര്. ഉപ്പ് കൂടുതലാ. കഞ്ഞി തണുത്തിട്ടൊന്നുമില്ല. നമ്മൾ നോക്കിയ ചില സമയത്ത് തണുത്തെന്ന് പറയും, ചില സമയത്ത് ചൂടാന്ന് പറയും. നോക്കി ഉപ്പ് വേണം. എനിക്ക് നല്ല ചൂടാ. ആ ചൂട് തോന്നുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ചൂടുണ്ട്. ചൂടുണ്ടല്ലോ. ഉണ്ടുണ്ട്, ചൂടൊക്കെ ഉണ്ട്. ആ അത് ചൂട് വല്ല ആണോന്ന്. നമുക്ക് ചൂട് വേണ്ടാത്തല്ലേ? അധികം ചൂട് കഴിക്കല്ലേ പിന്നെ തന്നെ. കൂടിപ്പോയാ?
ആ നേരത്തെ കഴിച്ചപ്പോൾ കൂടിപ്പോയി. ആ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ? എന്നാ കഴിച്ചോ. ഒരാളവിടെ ഇരിക്കുന്നത് ആ അതാണ്. അപ്പോൾ ചേട്ടാ ഇവിടെ ഇരിക്കുന്നവരാണ്. വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാ. അതായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ. ആ വണ്ടി അത് അത് ചേട്ടായുടെ വണ്ടിയാ. അല്ലേ? ചേട്ടായുടെ വണ്ടിയാന്നേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി വെയിറ്റ് ഇടീരൊക്കെ ഉണ്ട് വർഷത്തിന്. ഇങ്ങോട്ട് പോകണ വണ്ടിയാണ്. അത് ചേട്ടായി വന്നാന്നേ. ചേട്ടായി വന്ന വണ്ടിയാ. ഞാനിങ്ങോട്ട് വന്നതാ. ആ കഴിച്ചോട്ടെ. എവിടുന്നാ വന്നേ? എവിടുന്നാ വന്നേന്ന്? ചതുരത്തുണ്ടത്തിൽ നിന്ന്. ചതുരത്തുണ്ടത്തിൽ നിന്ന് വന്നേ. ആണ്. ആ വലിയ അവലൊന്നുമില്ല. ആ വലിയ അകലമൊന്നുമില്ല. എന്നാ കഴിച്ചോ. വേറെന്തേ ഇപ്പം കുറവാ. പണി ഉള്ള പോലെ പോകുള്ളൂ. അപ്പൊ മനസ്സിലായോ? ഞാൻ എന്നാ മാറിക്കോട്ടെ. എന്നാ മാറി പോയേക്കുവാ. ആ ആരാന്ന് മനസ്സിലായോ? ഇപ്പം മനസ്സിലായോ പറഞ്ഞു വന്നപ്പോൾ? എന്റെ ഒരു സാരാണ്. ആ ഞാൻ മദീനാണ്. ആ പൊക്കോട്ടെ എന്ന്. ആ വഴിയറിയാവോ? ഇപ്പൊ താമസിക്കുന്നത് എവിടെയാ? ഇപ്പൊ ഒന്ന് ഇവിടെ ചതുരത്തുണ്ടത്തിലാണ് താമസിക്കുന്നേ. നേരത്തെ മുതൽ ഉണ്ടാകണം. പിന്നെ നമ്മുടെ മകനല്ലേ അത്? നമ്മുടെ അനീതിയുടെ മകനല്ലേ? ഇവരാണ് നേരത്തെ മുതൽ താമസിക്കുന്നത്. ആ ആണോ? ആ ഇവരാണ് മൂത്തത്. ആ മൂത്തത് നമ്മുടെ അനീതിയുടെ മക്കളെയും മൂത്തത് ചേട്ടായിയാണ്. മക്കളെ കെട്ടിച്ചോ? മക്കളെ കെട്ടിക്കാറൊന്നും ആയില്ല. പഠിച്ചിപ്പോ അവള് ജോലിയിലോട്ട് കയറിയല്ലോ. നേഴ്സിംഗ് ജോലിയിലോട്ട് കയറിയേ ഉള്ളൂ അനിക്കുട്ടി. ഇവരെവിടെ ജോലി? ഇവരെവിടെയാകും ജോലി? ചേട്ടായി കുറേ നാൾ ബോംബെയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന്. എവിടെ? ബോംബെയിലേ പണ്ട്. ബോംബെയിലോ? ആ എൻ്റെ ചെറുപ്പത്തിൽ ബോംബെയിലായിരുന്നു. അവിടെയാണോ ജോലി? ആ അവിടെ നിന്ന് പിന്നെ അപ്പനെ അമ്മേനെ നോക്കാൻ ആളില്ലെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. കാലാവസ്ഥക്ക് നല്ല പിടുത്തായിരുന്നോ? ആ കാലാവസ്ഥയൊക്കെ വലിയ പാടായിരുന്നു. പിടിച്ചു നിൽക്കാതിരിക്കാൻ പറ്റുമോ? കൂടെ വേറെ ഉണ്ടോ? ആ വേറെ ആൾക്കാരുണ്ടോ? ആ വേറെ ജോലിക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ജോലി ചെയ്ത് അച്ഛനും അമ്മേനെ കുഞ്ഞമ്മേനെ ചിറ്റപ്പനെ നോക്കാൻ ആളില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പോന്നു. പിന്നെ ഇവിടെ കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് നടന്നു. പല സ്ഥലത്ത് പല ജോലിക്കൊക്കെ പോയി. ആ നീ എങ്ങോട്ടാ പോണേ? അതിന് കടയിൽ പോവായിരിക്കും. കടയിലോട്ട് വല്ല സാധനം മേടിക്കാൻ പോവായിരിക്കും. ചായത്തുണ്ടിലോട്ടാണ്. ആ ലേരത്തണ്ടത്തിലോട്ടാ. നമ്മുടെ മുഖം മാറിയുണ്ടല്ലോ മോനെ. അമ്മയ്ക്ക് പുറത്തുനിന്ന് അധികം വരുന്നത് ഇങ്ങനെ ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെടില്ല. അത് ഇഷ്ടപ്പെടാതല്ല, അന്ന് മൂടില്ലായിരുന്നു. അതാണ്. ചേട്ടായി അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പം പഴയ മുഖം വന്നു. അല്ല അതെ ആളെ നമ്മള് എടുക്കുമ്പോൾ മുതൽ ആദ്യം മുതലേ അമ്മ ഒരു മൂഡ് ഓഫിലാണ് നിന്നിരുന്നത്. അതാണ് സംഭവം. കുട്ടിയുടെ മകൻ. മകനല്ല. അതെ മകനാന്നേ. ആ കുട്ടിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? കുട്ടിക്ക് 3 മക്കളല്ലേ? മതി അമ്മ കഴിക്കട്ടെ. അല്ല ഇത് കഴിക്കുക. അമ്മ കഴിച്ച മതി. വർത്താനം പിന്നെ പറഞ്ഞാൽ കഴിക്കും. 3 മക്കളാണ് ഉണ്ടായോളോ ഇവിടെ കിടന്നു. ആ എനിക്കറിയത്തില്ല. നമുക്കല്ലേ അറിയത്തുള്ളൂ. ഞങ്ങൾക്കറിയാം. അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. അമ്മയുടെ ഇളയതല്ലേ. ഒത്തിരി വേണ്ടെന്ന്. ഒത്തിരി ഒന്നും വേണ്ടെന്ന്. അലമ്പാന്ന്. കുറച്ചൊക്കെ മതിയില്ലേ? അമ്മയൊക്കെയല്ലേ അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ ഒത്തിരി ഇളയതല്ലേ. അതൊക്കെ അവര് സഹോദരന്മാരല്ലേ? ചിറ്റപ്പന്മാരുടെ സഹോദരന്മാർ. എനിക്കൊന്നും അറിയത്തില്ലെന്നേ. എനിക്ക് ഇവരെ 3 പേരെ അറിയത്തുള്ളൂ. ആ വണ്ടി വഴിയാ പോട്ടെ. വിവാൻ ചോറ് എടുക്കട്ടെ മോനെ. എവിടെയാ? അമ്മ ചാരിത്തോണ്ടത്തില്ലേ? നമ്മുടെ വഴിയുടെ അപ്പുറത്ത്. അല്ല അവിടെയാണ്. ആ ചതുരത്തൊണ്ട തൊട്ടപ്പുറല്ലേ? അമ്മ എപ്പോഴും പറയണല്ലേ? സാബുന്റെ ഒക്കെ പോയിക്കുമ്പോ പറയുന്നതാണല്ലോ ചതുരത്തൊണ്ടാണത്, ചതുരത്തൊണ്ടാന്ന്. പിന്നെ പുറത്തോട്ട് പോയത്? പുറത്ത് പണ്ട് ചെറുപ്പത്തിൽ പോയതല്ലേ? ജോലിക്ക് പോയതല്ലേ? ആ ജോലിക്ക് പോയതല്ലേ? ഇപ്പം പുറത്തല്ലല്ലോ. ഇപ്പൊ പുറത്തൊന്നുമില്ല. അവിടെയാ. ആ അത് വർഷം കുറെ ആയല്ലോ. കുഞ്ഞമ്മേനെ ചിറ്റപ്പനെ നോക്കാൻ ആളില്ലെന്നും പറഞ്ഞിങ്ങനെ പോന്നല്ലേ? ആ ആണുങ്ങളെയും മൂത്തത്. കുട്ടിയുടെ മക്കളെ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ഓരോ പണിയൊക്കെ കേട്ടില്ലേ? കൃഷിപ്പണിയല്ലായിരുന്നോ? ചേട്ടായി കൃഷിപ്പരിപാടി അല്ലായിരുന്നോ? പുറത്തേക്ക് പോയല്ലേ ജോലിക്ക്? പുറത്തേക്ക് പണ്ടാമേ പോയത്.
ചെറുപ്പത്തിലല്ലേ പോയേ? ആ ആ അത് പോയിട്ട് തിരിച്ചു വന്നു പിന്നെ വീട്ടിലെ പണിയും ഒക്കെ ആയിരുന്നു. പിന്നെ നാട്ടിലൊരു ചെറിയ പണിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പിന്നെ വീട്ടിലോട്ട് കൃഷി പരിപാടിയിലോട്ടായി. കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ചേച്ചി മരിച്ചു പോയില്ലായിരുന്നോ? ചേച്ചി മരിച്ചു പോയായിരുന്നല്ലോ. ആര്? സാൻഡി ചേച്ചി. മരിച്ചു പോയതാരാ? സാൻഡി ചേച്ചി. അമ്മേ കഞ്ഞി കുടിക്കട്ടെ. അമ്മ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നല്ലേ, ഞാൻ പറയുന്നതല്ലോ. എടാ ആദ്യം ഞാൻ എടുത്ത് വെച്ചു. ആ സാൻഡി, എന്താ രാജേട്ടയുടെ ചേച്ചി ഭാര്യ. ആണോ? ആ അതിനെന്താ ജോലിയായിരുന്നു? ചേച്ചിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ചേച്ചിക്ക് അസുഖം വന്ന് മരിച്ചു പോയതാ. ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ബാക്കി സംസാരിക്കാം. ഇപ്പോൾ ചോദിക്കണ്ട. കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. കഞ്ഞി കുടിക്ക്. അപ്പം അടുത്ത മഴ വരാനുള്ള ലക്ഷണമാണ്. എല്ലാം മൂടി കെട്ടി. പൊന്നെ എന്നെ അടുക്കുവാ പൊന്നെ. ആരായിരിക്കും വരവ്? എന്നാത്തിനാ വരുന്നേ? എന്തിനാ വരുന്നേ? നമുക്കറിയില്ല. ഞാനോർത്ത് അമ്മേനെ കൊണ്ടുവരാൻ വല്ലവരും വരുമെന്ന് ഓർത്തോണ്ടായിരിക്കുന്നു. അമ്മേനെ കൊണ്ടുപോകാൻ വല്ലവരും വരുമെന്ന് ഓർത്തോണ്ടായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ചേ. ആരെങ്കിലും വരുമെന്നു അമ്മ എന്നോട് എപ്പോഴും ചോദിക്കേ. ആ എന്നാ ഞാൻ ചോദിക്കണം, മക്കൾക്ക് അറിയത്തില്ലേ കൊണ്ടുപോകാൻ? അമ്മ ഇവിടെ കിടന്ന് ധൃതി വെച്ചിട്ട് കാര്യമില്ല, മക്കൾക്ക് അറിയത്തില്ലേ കൊണ്ടുപോകാൻ? ആ അമ്മേ ഇപ്പൊ ഒരു മകന്റെ അടുത്താ നിൽക്കുന്നത്. അമ്മ ഇപ്പൊ ഒരു മകന്റെ അടുത്താ നിൽക്കുന്നത്. എനിക്കറിയാം. ആണോ? എന്നാ പിന്നെ അവിടെ എങ്ങനെ നിന്നാ പോരെ? പിന്നെ വീട്ടിൽ പോണം എപ്പോഴും ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആർക്ക്? മാറി ആ അമ്മ എല്ലാവരെയും പോയി നോക്കിയതാ. അതുപോലെ എല്ലാവരും മാറി അമ്മേനെ നോക്കണം എന്നാണ് അമ്മ പറയുന്നത്. ഞാൻ അന്ന് ഈ കാര്യം പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ ഇട്ട് തട്ടിയതാ. ഇപ്പൊ അമ്മയുടെ വായിന്ന് എന്നെ കേട്ടില്ലേ? അമ്മക്ക് എല്ലാരോടും പറയാം കേട്ടോ. അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാമേ. അമ്മ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടതാ. ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തെ എല്ലാവർക്കും വേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ പറയാതെ. ഞാൻ എന്നിട്ട് അതാണല്ലോ കഴിക്കുന്നത്. അമ്മയ്ക്ക് മോരൊഴിച്ചു തന്ന് ഞാനാണെ അച്ചാർ വിട്ടു. അമ്മയ്ക്ക് അച്ചാർ ഇഷ്ടമില്ല. ഇപ്പൊ ഈ തണുപ്പത്ത് ചൂട് കഴിഞ്ഞ് കുടിക്കുന്നതാണ്. ആര് പറഞ്ഞു മോരുണ്ട്? ഒത്തിരി മോര് കൂട്ടണ്ട. ആ ഒത്തിരി മോര് വേണ്ട. ആ വേണ്ട, അമ്മ പറഞ്ഞില്ല ചുമയില്ലെന്നും. ഒത്തിരി മോരൊഴിച്ച പിന്നെ പുളിയാന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കും. അയ്യോ എന്നിട്ട് അത് കൂടെ തീരാറായല്ലോ. രുചിയൊന്നും ഇല്ലാതെല്ലാം തീരുകയും ചെയ്തു. ഉപ്പ് മാത്രമോ? അതിന് കൂട്ടത്തില്ലല്ലോ ഇതില്. ഞാനാട്ടോ പാത്രത്തിലെ തീർന്നെന്ന് പറഞ്ഞോ. കറി കൂട്ടിയില്ലെന്നോണു. കറി ഒന്നുമില്ല, മീനൊക്കെ ഇഷ്ടമില്ലാത്ത കറിയാ ഉണക്കപ്പയർ. പച്ചപ്പയർ ഒന്ന് ചീരത്തോരൻ ഇലവർഗ്ഗങ്ങളൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ അമ്മയെല്ലാം കറി വെക്കുമായിരുന്നു. അല്ല അന്ന് എല്ലാ ആഴ്ചയിലും അങ്ങനെയല്ല, ആഴ്ച ഒരു ദിവസം അമ്മ ഇലക്കറി ഉണ്ടാക്കുമായിരുന്നു. അന്നിങ്ങനെ പച്ചക്കറി മേടിയിലുണ്ടോ പണ്ട് കാലത്ത്? അന്ന് പച്ചക്കറി ഇവിടെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ ഉള്ളൂ. പച്ചക്കറി ഉണ്ട്. പിന്നെ അമ്മ ആഴ്ച ഒരു ദിവസം എന്നാണേലും ചീരയിലയോ മറ്റേ കുപ്പച്ചീരയോ ഏതെങ്കിലും ചീരയില പറിച്ച് കറി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മക്ക് ചീരയില കണ്ടു കഴിഞ്ഞാൽ അമ്മ കഴിക്കുകയില്ല. പാവയ്ക്ക കഴിക്കുകയില്ല. പയർ, ഈ ഉണക്കപ്പയറുകളൊന്നും അമ്മ കഴിക്കുകയില്ല. മുട്ട തിന്നിയല്ല. നേരത്തെ തിന്നിയല്ല. മുട്ട തിന്നാ നമ്മൾ പൊരിച്ച് വിവാൻ കൊണ്ടുപോയി വിവാൻ പൊരിച്ച് ചെറു ഇച്ചിരി അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. അതിന് വേണ്ട മന മുട്ടയല്ലേ എനിക്ക് വേണ്ടെന്ന് പറയും. അമ്മ പറയും അമ്മ കഴിച്ചോ എന്ന് നിർബന്ധിച്ച് അവൻ കൊടുക്കും. പക്ഷെ അമ്മ അതുകൊണ്ട് തൂറ കളയും. മുട്ട വിറ്റി പയർ മേടിച്ച് ദൂരം വെച്ച് കഴിക്കുമായിരുന്നു. അതായിരുന്നു നമുക്ക് പട്ടിക്ക് കൊടുക്കാല്ല. ഇപ്പൊ എന്നെ ചെയ്യണേ മീൻ വറുത്ത് ആ കൊഴുക ആയോണ്ടാണ് എന്നാണ് ഇച്ചിരി ഇതില്ലേ അല്ല ഒത്തിരി തിന്നിയല്ല കേട്ടോ. അമ്മ മീൻ വറുത്തതും ഒന്നും അങ്ങനെ അധികം തിന്നിയല്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ വന്ന സമയത്തൊക്കെ അമ്മയാണ് മീൻ വറുത്ത് കഴിഞ്ഞുണ്ടല്ലോ എല്ലാ മക്കളും എടുത്തോണ്ട് പോയതിനു ശേഷം മാത്രമേ അമ്മ മീനെ തൊടുള്ളൂ. അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ലിസ് ചേച്ചിയും ഉണ്ട്. ചേച്ചിയും ഞാനും ഉള്ളപ്പോ ഞങ്ങൾ എടുത്ത് പാത്രത്തിൽ വെച്ച് കൊടുക്കുമായിരുന്നു. മക്കളെ എടുത്തോണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ ലേറ്റ് ആയി വരുന്നെങ്കിൽ അമ്മ കറി കുറവാണെങ്കിൽ അമ്മ കഴിക്കില്ല, അടിക്കില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും മക്കൾക്ക് വേണ്ടിട്ട് അങ്ങനെ മരിക്കാൻ കിടക്കരുതെന്നാ ഞാൻ പറഞ്ഞേ. അത്രയൊന്നും മരിക്കാൻ കിടക്കരുതമ്മേ. അതാ ഞാൻ ഓർക്കുന്നതിന്റെ പ്രധാന കാര്യം. കുറവാണെങ്കിൽ അമ്മ അടിക്കില്ല. അമ്മ എന്നിട്ട് ആണുങ്ങൾക്ക്
നടുകഷ്ണം. തലയും വാല വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തിന്നോണം, അതായിരുന്നു. ആ രീതിയൊക്കെ തെറ്റാ. അതുകൊണ്ട് ധ്യാനിപ്പിക്കാൻ ഒരു അച്ഛൻ വന്നപ്പോൾ പറയുമായിരുന്നു ആ സമ്പ്രദായമൊക്കെ മാറ്റിക്കളയാൻ. നിങ്ങൾ കുടുംബത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ ഇന്ന് പെണ്ണുങ്ങൾ ഇത് വെച്ചുണ്ടാക്കുന്നത്. അവർക്ക് തലയും വാലുവാണോ കൊടുക്കണം, നിങ്ങൾ ഒരു നടുക്കഷ്ണം വല്ലപ്പോഴൊക്കെ തിന്നണം. അല്ല അതിപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, ഇപ്പൊ അതൊക്കെ മാറി. പണ്ടത്തെ കാലഘട്ടത്തിൽ അതായിരുന്നല്ലോ. ഇപ്പൊ ഒക്കെ മാറി. അതിന്റെ വിഷമതകളൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവര് മുഴുവൻ പെണ്ണുങ്ങളായിരുന്നോണ്ട് ഇവർക്ക് അത്രയും. നമ്മളിവിടെ കിടക്കണത് വേറെ എവിടെയാ പോണേ? ഇവിടെ കിടക്കാനുള്ളൂ. എവിടെയെങ്കിലും കിടക്കണം തോന്നുന്നുണ്ടോ? വേറെ എവിടെയെങ്കിലും കിടക്കണം തോന്നുന്നുണ്ടോ? എനിക്കത് ഒന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ കിടന്നാ മതി അല്ലേ? ഒന്നും വായിക്കണം. ഒന്ന് വൈകി നേരം വിളിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇന്ന് മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആണല്ലോ. ഇന്നൊരു മഴ, ഇന്ന് കാലാവസ്ഥയുടെ ഒരു വിഷയമുണ്ട്. എന്ന് വെച്ചാൽ മൂടിയും അല്ലേ, തെളിഞ്ഞും മൂടിയും നിന്നുണ്ട്. ഇപ്പം മഴ പെയ്യാനും തുടങ്ങി തോന്നുന്നു. അവിടെ വെച്ചാൽ ഞാൻ കൊടുക്കോളാം. നമുക്ക് കഴിക്കും. പോയി കഴിക്കും. എനിക്കറിയാം പയറ് ഒരു തൊടിയല്ലെന്ന്. ആണോ? പയറുകളെല്ലാം കൊണ്ട് കളയുള്ളൂ. നമുക്ക് ഗ്യാസാണ് പറയണത് കഴിച്ചാല്. അത് ഇഷ്ടപ്പെടാത്തതായോണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇഷ്ടപ്പെടാത്തതല്ല, രുചിന്റെ ചുവയില്ല. പച്ചക്കറി തീർന്നു പോയി ഇവിടുത്തെ, അതുകൊണ്ടാണ് ഞാൻ പയറുണ്ടാക്കിയത്. പച്ചക്കറി മേടിക്കണം. നമ്മളിവിടെ കിടക്കണത്. വിവാനെ വേണേ കൂട്ട് പിടിച്ചോ ഇച്ചിരി നേരം കിടക്കാൻ. വിവാനെ കൂട്ട് പിടിച്ചോ കിടക്കാൻ. എനിക്ക് പശുവിനെ കറക്കാൻ പോകാനുണ്ട്. പിന്നെ ആരെ കൂട്ട് പിടിക്കണ്ടേ? അവനെ കൂടെ കിടത്തിക്കൊണ്ടിരുന്നല്ലേ? നേരത്തെ കൂടെ അവനല്ലേ കിടന്നോണ്ടിരുന്നേ? നേരത്തെ അവനാണല്ലോ കൂടെ കിടന്നോണ്ടിരുന്നേ. ഞാനില്ലാത്ത സമയത്ത് അവരാ എന്റെ കട്ടിലെ പോയാ കിടക്കുന്നത്. അപ്പൊ അമ്മ അവനോട് പറയുന്നൊക്കെ എനിക്ക് ചിലപ്പോ ഇവിടെ തന്നെ കേൾക്കാം. എന്നാ താഴെ വീഴരുത് മാനെ, അങ്ങ് മാറി കിടക്ക്. മരിങ്ങി തിരിക്കുമ്പോഴേ താഴോട്ട് പോകും. എന്നെ ഓർമ്മിപ്പിക്കുവേ, അങ്ങ് മാറി കിടക്ക്. ഈ തിട്ട വന്ന് ഇങ്ങനെ കിടക്കാതെ ആ പുതപ്പൊക്കെ എടുത്തൊന്ന് കൊടയും, ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് കൊടയും. ഒരിടം മുഴുവൻ എന്റെ ബെഡ്ഷീറ്റ് എനിക്ക് വിരിച്ചു തരുമായിരുന്നു വൈകുന്നേരം ആകുമ്പോ. അല്ലേ? അത് ഞാൻ ഒഴിച്ചോളാം. ഏറ്റു കൈ കഴിക്കും. കൈ കഴിക്കോ? മഴ വരുന്നു. മഴ കുട്ടി കൈ കഴിക്കോ? പശുവിനെ കറക്കാൻ പോവാ. മഴ വരുന്നു. ഉച്ച സമയം 1:30 ആയേ ഉള്ളൂ. അപ്പോൾ അടുത്ത മഴ പിന്നെയും തുടങ്ങുവാണ്. പൊന്നുകുട്ടി അവിടെ മഴ നനഞ്ഞ് കിടക്കണം. ഉച്ച കഴിഞ്ഞ് ഇനി മഴയാന്ന് തോന്നുന്നു എന്തായാലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.